നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. ഇന്നത്തെ ട്രേഡിംഗ് ദിവസം കഴിഞ്ഞു. ഇനി നാളെ നമ്മുടെ മുന്നിലെ പുതിയൊരു മാർക്കറ്റ് ഡേ. അപ്പോൾ അതിൻ്റെ ഔട്ട്ലുക്ക് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 11,247 ഏകദേശം 68 പോയിന്റിൻ്റെ ഉയർച്ചയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻസെക്സിലും 173 പോയിന്റിൻ്റെ ഉയർച്ചയോടുകൂടി 38,050 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ആദ്യ മണിക്കൂറുകളിൽ കണ്ടിരുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ഡൗൺ സ്റ്റേഴ്സോ നമുക്ക് അവസാന 1.5 മണിക്കൂർ കൊണ്ടാണ് അത് കവർ ചെയ്ത് മാർക്കറ്റ് മുന്നിലേക്ക് വന്നത് എന്ന് കാണാം. അതായത് ലോവർ ലെവലിൽ നല്ല രീതിയിലുള്ള ബൈയിങ് സപ്പോർട്ട് നിഫ്റ്റിക്ക് കിട്ടി എന്നുള്ളതാണ് ഈ ഒരു റിക്കവറിക്ക് കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. വേറൊരു കാര്യം, നിഫ്റ്റി ഓപ്പൺ ചെയ്ത് 11,248 അതായത് ഇപ്പോൾ ക്ലോസ് ചെയ്തതിൻ്റെ തൊട്ട് 1 പോയിന്റ് അധികമായിട്ടാണ് ഓപ്പൺ ചെയ്തിരുന്നത്. അതിനുശേഷം ഷാർപ്പായിട്ടുള്ളൊരു ഡൗൺ സൈഡ് നമ്മൾ കണ്ടു. 11,144 വരെ പോയി. പിന്നെ ഏറ്റവും ഉയർന്നിട്ടുള്ളത് 11,267 വരെ ഒരു അവസരത്തിൽ അവസാന അരമണിക്കൂറിൽ ടച്ച് ചെയ്തു. അതിനുശേഷമാണ് 11,247 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു ബൈയിങ് ലോവർ ലെവലിൽ വന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. പല കാര്യങ്ങളാണ് ഈ ഒരു റീബൗണ്ടിന് കാരണമായിട്ട് പറയുന്നത്. ഒന്ന്, എക്കണോമിക് ഡാറ്റാസ് ഒക്കെ വീക്കായിട്ട് പോലും ഒരു ഗ്ലോബൽ മാർക്കറ്റും അതുപോലെ തന്നെ ഡോ ഫ്യൂച്ചേഴ്സ് ഒക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലോസിങ് നമുക്ക് തന്നു എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളാണ്. ഒന്ന്, ചൈനയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാന വാർത്ത, ചൈനയിലെ കാസിൻസോ ബയോളജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് COVID-19 വാക്സിൻ കണ്ടുപിടിച്ചവർക്ക് പാറ്റന്റ് കൊടുക്കാൻ ചൈനീസ് ഗവൺമെന്റ് തീരുമാനിച്ചു എന്നുള്ള വാർത്ത മാർക്കറ്റിനെ ഒരു പോസിറ്റീവായിട്ട് തന്നെ നിർത്തി. അതുപോലെ തന്നെ വീക്കായിട്ടുള്ള ഡാറ്റാസ് ഒക്കെയാണ് വന്നത്. മറ്റുള്ള ഡാറ്റാസ് നോക്കുമ്പോൾ ഇപ്പോൾ ചൈന US ഡീലിൻ്റെ റിവ്യൂ പുറത്തു വരാനിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പല രാജ്യങ്ങളിലും പുതുതായിട്ട് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതും ഒരു നെഗറ്റീവായിട്ടുള്ള. അതിനുശേഷമാണ് ചൈനയുടെ ഈ ന്യൂസ് പുറത്തേക്ക് വന്നത്. ഒരു COVID-19 വാക്സിനുള്ള ഗ്ലോബൽ എന്താ പറയേണ്ടത് ഒരു പാറ്റന്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ചൈനീസ് ഗവൺമെന്റ് എന്നുള്ളത്. അതായത് ആ കമ്പനിയുടെ പേര് കാൻസിനോ ബയോളജിക്സ് എന്നാണ്. അപ്പോൾ ആ ഒരു കമ്പനിക്ക് പാറ്റന്റ് കൊടുക്കാൻ തീരുമാനിച്ചു വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് നടത്തി. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ വരുമ്പോൾ വേറെ പല ഓഗസ്റ്റ് 15 ബന്ധപ്പെട്ടിട്ട് നല്ല നല്ല അനൗൺസ്മെന്റ്സ് വന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഒരു 100 ലക്ഷം കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏകദേശം 7,000 ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ഫൈനാൻസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ ഹൈവേസ് ഉണ്ട്, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പോർട്ട് റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളും ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിന് വരുമ്പോൾ ആൾക്കാർ ജോലിക്കായിട്ട് ആൾക്കാർ വരുമ്പോൾ അവരുടെ ക്യാഷ്, അവരുടെ കയ്യിലേക്കുള്ള ശമ്പളം അല്ലെങ്കിൽ സാലറി ആയിട്ട് അവരുടെ കയ്യിലേക്ക് ക്യാഷ് വരും. അങ്ങനെ ഇക്കോണമിയിൽ വീണ്ടും പറയുന്ന പോലെ ക്യാഷ് ഫ്ലോ സർക്കുലേഷൻ അധികമാകും. അങ്ങനെ ഇക്കോണമിയെ പഴയ പോലെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം. അപ്പം ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പം പണിക്കാരായാലും ജോലിക്കാരായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. അവരുടെ കയ്യിൽ കാശെത്തണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ് നടത്തണം. അതാണ് അതിന്റെ ബേസിക് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നല്ല തീരുമാനമായിട്ട് എക്കോണമിക്ക് തോന്നി. അപ്പോൾ അതൊരു ലോവർ ലെവലിൽ ഞാൻ ഇന്നലെയും മാർക്കറ്റ് ഔട്ട്ലുക്ക് പറയുന്നു, ഒരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിറ്റ് പോസിറ്റീവ്നെസ്സിനാണ് കുറച്ച് കൂടുതലെന്ന്. അതപ്പോൾ ഇന്ന് നമ്മൾ കണ്ടു ലോവർ ലെവലിൽ നല്ല ബൈയിങ് കിട്ടി, നിഫ്റ്റി തിരിച്ചു കയറി വന്നു. പിന്നെ പല ഇന്റർനാഷണൽ ബ്രോക്കിംഗ് ഹൗസസും നമ്മളെ കുറച്ച് സ്റ്റോക്കുകളെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ഒന്നാമത് വരുന്ന സ്റ്റോക്കാണ് ഹീറോ മോട്ടോർ കോപ്പ്. അതായത് 2 വീലേഴ്സ് സെഗ്മെന്റിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് 2 to 5% ഡിമാൻഡ് കൂടുതൽ വരും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഹീറോ മോട്ടോഴ്സിന് CLSAയും അതുപോലെ തന്നെ HSBCയും ഒക്കെ അപ്ഗ്രേഡ് ചെയ്തു ഒരു ടാർഗറ്റും. അതും ഒരു നല്ല സ്ട്രോങ് ഡിമാൻഡ് റൂറൽ ഏരിയാസിൽ നിന്ന് വരും. ഇനിയും വരുന്ന മാസങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ദിവാലി അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സീസണാണ് വരാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിമാൻഡ് പിക്കപ്പ് ചെയ്യും, അതുപോലെ തന്നെ സെയിൽസ് വർദ്ധിക്കും എന്നുള്ളതൊക്കെയാണ് കണക്കുകൂട്ടിയിട്ടാണ് 2 വീലേഴ്സ് സെഗ്മെന്റ്സിൽ നല്ലൊരു റാലി നമ്മളിന്ന് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ലാർസൻ ആൻഡ് ട്യൂബ്രോ LNT ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ഗവൺമെന്റ് കൂട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സ്പെൻഡിങ്ങും അതിന്റെ ബെനിഫിഷ്യറി ആയിട്ടുള്ളത് LNT തന്നെയാണ്. LNT ഒരുപാട് ഓർഡർ എക്സ്പെക്ട് ചെയ്യുന്നു. ഈ പറയുന്ന പാലങ്ങളായാലും ഹൈവേകളായാലും ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ഏറ്റവും കാര്യക്ഷമമായി നടത്തുന്ന ഒരു കമ്പനിയാണ് LNT.
അതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ വേറൊരു പ്രഖ്യാപനം ഹെൽത്ത് കാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗവൺമെന്റ്, അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് എല്ലാവർക്കും, എല്ലാ സിറ്റിസൺസിനും യുണീക്ക് ഹെൽത്ത് ID കൊടുക്കാൻ പോകുന്നു. ഇത് അറിയുന്നതിന് ശേഷമാണ് ഹോസ്പിറ്റൽ സ്റ്റോക്സും അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സും ഒക്കെ വളരെ ഷാർപ്പായിട്ടൊരു അപ്സൈഡ് കാണിച്ചത്. അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു 3 കോവിഡ് വാക്സിൻസുകളാണ് നമ്മുടെ ടെസ്റ്റിംഗ് സ്റ്റേജിൽ ഉള്ളത് എന്നുള്ളത്. അത് പലതും പൂർത്തീകരിക്കാനായിരിക്കുന്നു, പലതും പ്രോഗ്രസിങ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കമന്റ് ചെയ്തത്. അതും നമ്മുടെ മാർക്കറ്റിനെ ഒന്ന് പോസിറ്റീവായിട്ട് നിന്നു. അപ്പം മൊത്തത്തിൽ ആ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് മാർക്കറ്റിൽ നിന്ന് നിന്നത്, ആ ഒരു രീതിയിൽ നോക്കിയത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ടാകും. ഒന്ന് ഡീലിങ്ക് ആണ്, അതുപോലെ ITI, വിദ്യാഞ്ജലി ടെലീസ് എന്ന് പറയുന്ന 3 സ്റ്റോക്കുകൾ. ഇത് ഒപ്റ്റിക്കൽ ഫൈബറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രധാന അനൗൺസ്മെന്റ് ഓഗസ്റ്റ് 15 ഗവൺമെന്റ് നടത്തിയിരുന്നു. അതായത് ഏകദേശം ഇന്ത്യയിലെ 6 ലക്ഷത്തോളം സിറ്റികളെ, പഞ്ചായത്തുകളെ അവർ ബന്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത. അതായത് കണക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്, പഞ്ചായത്തുകളെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാമങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അടുത്ത 1000 ദിവസം കൊണ്ട്, അതായത് 1000 ദിവസം എന്ന് പറഞ്ഞാൽ 3 വർഷം കൊണ്ട് 6 ലക്ഷത്തോളം ഗ്രാമങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കും എന്നുള്ള ഒരു വാഗ്ദാനമാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് സ്റ്റെർലൈറ്റ് ടെക്സ് ആണ് മെയിനായിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ മാനുഫാക്ചറിംഗിലുള്ള പ്രധാന കമ്പനി. അവരെയൊക്കെ ഡീലിങ്ക്, ITI, വിദ്യാഞ്ജലി ടെലി ഇങ്ങനെയുള്ള പല കമ്പനികളും ഇന്ന് കയറിയിട്ട് കണ്ടു. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിന് ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് നൽകാൻ ഈ സെക്ടേഴ്സിന് കഴിഞ്ഞു എന്ന് വരാം. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം നമുക്ക് ഇന്ന് കാണാൻ പറ്റിയത് മോർഗൻ സ്റ്റാൻലിയും അതുപോലെ തന്നെ ഇന്ന് വേറെ പ്രധാന വിരോധാഭാസം കണ്ടത്, ഒരു സ്റ്റോക്കിനെ, ഇന്ത്യൻ മാർക്കറ്റിലുള്ള BPCL എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ 2 ഇന്റർനാഷണൽ ബ്രോക്കേഴ്സ് 2 തരത്തിൽ റേറ്റ് ചെയ്തിരിക്കുന്നു. ഒന്ന് മോർഗൻ സ്റ്റാൻലിയാണ്. മോർഗൻ സ്റ്റാൻലി ബുള്ളിഷ് ആണ് നമ്മുടെ BPCL. ഇപ്പോൾ ഏകദേശം 400 രൂപയ്ക്ക് അടുപ്പിച്ചാണ് BPCL ട്രേഡ് ചെയ്യുന്നത്. അവർ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് 517 രൂപയാണ്. അതുപോലെ തന്നെ CLSA മറ്റൊരു ഇന്റർനാഷണൽ ബ്രോക്കറാണ്. അവർ അതിനെ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിച്ചത്. 360 രൂപയായിട്ടാണ് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരേ ഒരു സ്റ്റോക്കിനെ 2 ബ്രോക്കിംഗ് ഫേം അപ്രോച്ച് ചെയ്ത രീതി, ഒന്ന് അതിനെ അണ്ടർ റേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അണ്ടർ പെർഫോം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നിനെ അതിനെ ഔട്ട് പെർഫോം ആവും എന്ന് പറഞ്ഞിട്ട് റേറ്റ് ചെയ്തിരിക്കുന്നു. അത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ 2 സ്റ്റോക്കുകൾ ഓൾ ടൈം ഹൈ ട്രേഡ് ചെയ്യുന്നുണ്ട്. ആൽക്കലൈൻ ലാബ്സ് ആണ് ഒന്ന്, അതുപോലെ ആൽക്കലൈൻ അമീൻസ് ലാബ്സ് ആണ് ഒന്ന്, ടാറ്റ കൺസ്യൂമർ. ഈ 2 സ്റ്റോക്കുകളാണ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിഫ്റ്റി മീഡിയ ആണ് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്തത്, 2.9% ആണ് കാണിച്ചത്. അതുപോലെ തന്നെ ഓട്ടോ ഇൻഡെക്സ് ആണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത്, 2.4, മെറ്റൽ 2.43, എനർജി 1.26, IT 1.11. അതുപോലെ തന്നെ ഫാർമയും PSU ബാങ്കുമാണ് മൈനസ് ഗ്രോത്ത് കാണിച്ച സെക്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. പിന്നെ വേറൊന്ന് കാണുന്നത്, ഇനി അടുത്ത നിഫ്റ്റിയുടെ സപ്പോർട്ട്സ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നാളെ ട്രേഡ് ചെയ്യുന്ന സമയത്ത്. 11,000, 11,100, 11,150 ആണ് അടുത്ത സപ്പോർട്ട് ലെവലായിട്ട് ചെയ്യാൻ പോകുന്നത്, ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ 11,200 വരെ, 11,247 ക്ലോസിങ്, 11,200 ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു സപ്പോർട്ട്. അവിടെ തന്നെ നിഫ്റ്റി ബൈങ് കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വന്നാലും 11,200 ബ്രേക്ക് ചെയ്താൽ പോലും 11,100, 150 റേഞ്ചിൽ നിഫ്റ്റിക്ക് ശക്തമായിട്ടുള്ള സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പർ സൈഡ് നമ്മൾ പറയുന്നില്ല, 11,300, 350 തന്നെയാണ് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടുള്ള ലെവലായിട്ട് കാണുന്നത്. അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇനി എനിക്ക് തോന്നുന്നു ഒരു ഫ്രഷ് ബൈ എന്ന് പറയുന്നത് 11,400 മുകളിലായിരിക്കും നിഫ്റ്റിയിൽ കൂടുതലായിട്ടും ഫ്രഷ് ബൈ എടുക്കാൻ സാധ്യത. ആ ഒരു ഡ്രൈവ് നിഫ്റ്റിയെ 11,650, 11,640, 50 റേഞ്ച് വരെ ഒരു 200 പോയിന്റിന്റെ റാലി 11,400 മുകളിലായിരിക്കും ഫ്രഷ് ബൈ നടക്കാനുള്ള സാധ്യത കാണുന്നത്. അതുതന്നെ ഇന്ന് നമുക്ക് DIA FII ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ FIIs 332 കോടി രൂപയുടെ ബൈ ആണ് നടത്തിയിരിക്കുന്നത്. അതിന് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 717 കോടി രൂപയുടെ വിൽപ്പനയാണ് നടത്തിയിരിക്കുന്നത്. PSU ബാങ്കുകൾ ഇന്ന് വളരെ വീക്കായിട്ടാണ് കണ്ടത്. SBI, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ, ക്യാൻ ബാങ്ക്, ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. കാരണം AGRുമായിട്ട് ബന്ധപ്പെട്ട അഗ്രിഗേറ്റ് ഗ്രോസ് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസുകൾ പുറത്തു വന്നിരുന്നു. ഇനി എന്താണ് അവസാനം എന്നുള്ളത്, അത് ഈ ബാങ്കുകളെയും ബാധിക്കും എന്നുള്ള പേടിയാണ് ബാങ്കുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. അതുപോലെ തന്നെ ഫാർമ സ്റ്റോക്കുകളിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അരബിന്ദോ ഫാർമ ആയാലും ശരി, സിപ്ല ആയാലും ശരി, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ കണ്ടത്. പിന്നെ മെറ്റൽ സ്റ്റോക്കുകളൊക്കെ ഇന്ന് ഹൈ അടിച്ചു പോകുന്നതായിട്ട് കണ്ടു. പിന്നെ റാംകോ സിമെന്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നോക്കുന്ന സമയത്ത് സ്റ്റോക്കിൽ ഷോർട്ട് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്തായിട്ട് കാണുന്നു. റാംകോ സിമെന്റിൽ ഏകദേശം 14% ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നു, ഷോർട്ട് പൊസിഷൻസ്. MRFൽ ഷോർട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്തിരിക്കുന്നു. MGLലും ഷോർട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്തതായിട്ട്, ഫ്രഷ് ഷോർട്ട്സ് ആണ് ഇതൊക്കെ. ഇന്ന് എടുത്തു വന്നിരിക്കുന്ന ഷോർട്ട് പൊസിഷൻസ് ആണ് കാണുന്നത്.
അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ ഷോർട്ട് പൊസിഷൻസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് ഷെയർ പ്രൈസ് കൂടിയിരിക്കുന്നു, അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടിയിരിക്കുന്ന ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എസ്കോട്ടിൽ കൂടിയിട്ടുണ്ട്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, സിമെന്റ്സ്, ഈ 3 കമ്പനികളിലും പ്ലസ് ആയിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് കാണുന്നത്. ഇത് സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ മദർസൺ സുമി, ഹീറോ മോട്ടോർസ്കോപ്പ് ഇങ്ങനെയുള്ള കമ്പനികളെയൊക്കെ ചില ബ്രോക്കിംഗ് ഫേമുകൾ അപ്ഗ്രേഡ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഓട്ടോമൊബൈൽ സെക്ടറിൽ വരുന്ന വരുംകാല ഡിമാൻഡുകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഒരു അപ്ഗ്രേഡേഷൻ നടത്തിയിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന CDSL എന്ന് പറയുന്ന സ്റ്റോക്കാണ്. CDSL എന്ന് പറയുന്ന സ്റ്റോക്ക് വരും ദിവസങ്ങളിലും എനിക്ക് തോന്നുന്നു ഒരു അപ്പർ സൈഡ് കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഈ പറയുന്ന ഡിജിറ്റലും ആത്മനിർഭർ ഭാരത്, ഈ പറയുന്ന ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ വേറെ അധികം മത്സരമില്ലാത്ത, വേറെ അധികം കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്ത ഒരു സെക്ടറാണ് ഈ പറയുന്ന സ്റ്റോക്ക് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. CDHലും CDSL മാത്രമേ ഉള്ളൂ ആ ഒരു സെഗ്മെന്റിൽ പ്രധാനമായിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ ആ സ്റ്റോക്കിന് കൂടുതൽ ഒരു അപ്സൈഡ് കിട്ടാനുള്ള ചാൻസ് കാണുന്നു. ഇന്ന് ഒരുപാട് ഫ്രഷ് ബൈയിങ്ങും ആ സ്റ്റോക്കിൽ നടന്നതായിട്ട് കാണുന്നു. 360 റേഞ്ചിലാണ് ആ സ്റ്റോക്ക് ഉള്ളത്. എനിക്ക് തോന്നുന്നു 400 and 400+ പോകാൻ വരും ദിവസങ്ങളിൽ. ഇതൊരിക്കലും ഇൻട്രാഡേ എന്ന കൺസെപ്റ്റിൽ കാണരുത്. അതിന് മുകളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ആ സ്റ്റോക്കുകളിൽ ബിൽഡ് ചെയ്തതായിട്ട് കാണുന്നതെന്ന്. അതുപോലെ തന്നെ വിപ്രോ, 2-3 സ്റ്റോക്കുകളാണ് എനിക്ക് പോസിറ്റീവ് ഔട്ട്ലുക്ക് ആയിട്ട് തോന്നുന്നത്. ഒന്ന് വിപ്രോ ആണ്. വിപ്രോ എനിക്ക് തോന്നുന്നു 290-300 ലെവലിലേക്ക് റൺ ചെയ്യാനുള്ള ഒരു മാർക്കറ്റ് കൂടി സപ്പോർട്ട് ചെയ്യണം. അത് ഞാൻ എപ്പോഴും ആഡ് ചെയ്യുന്നു. മാർക്കറ്റിന്റെ കൂടി ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട് വിപ്രോവിന്. എനിക്ക് തോന്നുന്നു 290, 295, 296 വരെയുള്ള ഒരു അപ്പർ സൈഡിലേക്ക് വിപ്രോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. UPL 500, 507, 510 എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് ഓടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് UPL പതുക്കെ നിൽക്കുന്നത്. കാരണം അതിന്റെ പൊസിഷൻ ബിൽഡപ്പും ഇന്നത്തെ ട്രേഡിംഗ് പാറ്റേണും വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു UPL ഒരു റണ്ണിന് ചാൻസസ് ഉണ്ട്. അമരരാജ ബാറ്ററീസ്, കാരണം ഓട്ടോമൊബൈലിൽ ഇത്തിരി മാത്രം പ്ലസ് നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും എക്സൈഡ്, അമർരാജ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്സിലറീസിന് ഡിമാൻഡ് കൂടും. അമർരാജയുടെ ഒരു പൊസിഷൻ ഏകദേശം ഒരു 470-80 മുതൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ബുൾ സൈഡ് കാണുന്നു. ഏകദേശം 500 വരെ സ്റ്റോക്കിന് റൺ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇനി വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കണ്ട വേറൊരു കാര്യം, നിഫ്റ്റി താഴെ നിലവാരത്തിൽ വന്നു. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഒരുപാട് ട്രേഡേഴ്സ് എക്സിറ്റ് ചെയ്തു, അവരുടെ പൊസിഷൻ ലൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ പുതിയൊരു ക്രാഷിന്റെ തുടക്കമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊഫഷണൽ ട്രേഡേഴ്സ് തന്നെ പൊസിഷൻ ലൈറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അവരിപ്പോൾ ഫ്രഷ് പൊസിഷൻ ഇന്ന് അവസാന മണിക്കൂറുകളിലേക്കാണ് ഫ്രഷ് പൊസിഷൻ എൻ്റർ ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഒരുപാട് ഷോർട്ട് പൊസിഷൻസ് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. അതിനുശേഷം ഈ ഉച്ചയ്ക്ക് 1 മണി 2 മണിക്ക് ശേഷം കവറിങ് നടക്കുന്ന സമയത്ത് വളരെയേറെ നല്ലൊരു രീതിയിലുള്ള കവറിംഗ് ആണ് ബാങ്ക് നിഫ്റ്റിയിലും മറ്റ് ഇൻഡെക്സുകളൊക്കെ കവർ ചെയ്ത് കണ്ടത്. ഇത്രയാണ് വേറൊരു കാര്യം. ഇനി ന്യൂസ് സെൻറ്റർസ് നോക്കുകയാണെങ്കിൽ ഗ്ലെൻമാർക്കിന്റെ പ്രോഫിറ്റ് വന്നിരിക്കുന്നു 250 കോടി രൂപയുടെ പ്രോഫിറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം 110 കോടി രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മാർക്കറ്റ് തന്നെ എക്സ്പെക്ട് ചെയ്തത് 130 കോടിയായിരുന്നു. പക്ഷേ 250 കോടി രൂപയുടെ പ്രോഫിറ്റ് വന്നിട്ട് ഗ്ലെൻമാർക്ക് ഇന്നും പോസിറ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്പനീസ്, ഗവൺമെന്റ് കണക്ടിവിറ്റി ഇഷ്യൂസ് വന്നതുകൊണ്ട് ഈ പറയുന്ന കമ്പനികൾക്കാണ് ബെനിഫിഷ്യറി ആവാൻ പോകുന്നത്. ഈ പറയുന്ന D-Link, ITI, സ്റ്റെർലൈറ്റ് ടെക്നോളജി ഇങ്ങനെയുള്ള കമ്പനികൾ. അതുപോലെ റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട് റിലയൻസ് 2 സ്റ്റാർട്ടപ്പ് കമ്പനികളെ ഏറ്റെടുക്കാൻ പോകുന്നു. ഒന്ന് ഓൺലൈൻ ഫർണിച്ചർ ബ്രാൻഡായിട്ടുള്ള അർബൻ ലാഡറേയും, മറ്റൊന്ന് മിൽക്ക് ഡെലിവറി, അതായത് പാല് ഡെലിവറി ചെയ്യുന്ന, നഗരപ്രദേശങ്ങളിൽ പാല് ഡെലിവറി ചെയ്യുന്ന മിൽക്ക് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു 2 സ്റ്റാർട്ടപ്പുകളെ റിലയൻസ് ടാർഗറ്റ് ചെയ്യുന്നു. ഇതുവഴി അവരുടെ റിലയൻസിന്റെ ഓൺലൈൻ പ്രകാരം ഉള്ള കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ റിലയൻസ് ജിയോ മാർട്ടിനെ ശക്തി പ്രാപിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഈ 2 പ്രധാനപ്പെട്ട ഓൺലൈൻ സ്റ്റാർട്ടപ്പുകളെയാണ്. ആരതി ഡ്രഗ് എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജ്മെന്റ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. 1:1 ആണ് റേഷ്യോ. 20th അവരുടെ ബോർഡ് മീറ്റിംഗ് കൂടുന്നത്. ബോണസ് ഇഷ്യൂ ആണ് അവരുടെ പരിധിയിലുള്ളത് എന്നുള്ളത് അറിയുന്നു. സുവൻ ഫാർമ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബോണസ് ഷെയർ 1:1 എന്ന റേഷ്യോയിലാണ്. ബ്രിട്ടാനിയ എന്ന് പറയുന്ന കമ്പനി 80 രൂപ വെച്ചിട്ട് ഷെയറിന് ഒരു ഇന്ററിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടക്കാല ഡിവിഡൻഡ് ആണ്, ഫൈനൽ ഡിവിഡൻഡ് അല്ല. ലക്സ് ഇൻഡസ്ട്രി അവരുടെ റിസൾട്ടുമായി വന്നിട്ടുണ്ട്. 31 കോടി രൂപയാണ് അവരുടെ പ്രോഫിറ്റ് കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 18 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു. ഇൻകത്തിൽ 250 ക്രോറിന്റെ ഇൻകമാണ്. 260 ക്രോറിന്റെ ഇൻകം ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആർക്കോം ഇന്ന് AGRുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെഡിക്റ്റ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹിയറിംഗ് നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സുപ്രീം കോർട്ടിൽ റിലയൻസ് ജിയോ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ആർക്കോമിനെ ഏറ്റെടുക്കാനുള്ള പ്ലാൻ ഇല്ല എന്ന് കോടതി മുമ്പാകെ കൃത്യമായി പറഞ്ഞിരിക്കുന്നതായിട്ട് അറിവ് കിട്ടുന്നു. അതുപോലെ തന്നെ അപ് ടു വെനസ്ഡേ വരെ ഹിയറിംഗ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. വെനസ്ഡേ വിധി വരും എന്നാണ് വിചാരിക്കുന്നത്. ഇനി ബുധനാഴ്ചയും കണ്ടിന്യൂ ചെയ്ത് പോകുമോ എന്നറിയില്ല. മിക്കവാറും വിധിയാണ് ബുധനാഴ്ച എക്സ്പെക്ട് ചെയ്തെന്നാണ് അറിയുന്നത്.
അതുപോലെ തന്നെ ഹിൻഡാൽകോ ഗവൺമെൻറ്റുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ചർച്ചകൾ നടത്തി വരുന്നു. അവർക്ക് അലുമിനിയം പ്രൈസസിൻ്റെ ഇഷ്യൂ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആഭ്യന്തരമായിട്ട് ഇൻഡസ്ട്രീസും പ്രൊജക്ട്സുകളും തുടങ്ങാൻ ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ സ്ഥാപിക്കുന്നത്. ഇപ്പോൾ ആത്മനിർഭരത എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഹിൻഡാൽകോക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നു. ICICI അറിയിച്ചിരിക്കുന്നു എക്സ്ചേഞ്ചിനെ 418 മില്യൺ ഷെയർസ്, ഏകദേശം 358 റുപ്പീസ് വെച്ചിട്ട് കമ്പനി അലോട്ട് ചെയ്തിരിക്കുന്നു ICICI ബാങ്ക് എന്ന് എക്സ്ചേഞ്ചിനെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ബാങ്ക് ഒരു പ്രധാനപ്പെട്ട മൂവാണ്. 21 പ്രോപ്പർട്ടികൾ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ അസറ്റുകളായിട്ടുള്ള കമ്പനിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതിൽ വരുന്ന 21 പ്രോപ്പർട്ടികൾ അവർ ഐഡന്റിഫൈ ചെയ്ത് അത് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏകദേശം 4.5 ബില്യൺ റുപ്പീസാണ് ഇതുവഴി കളക്ട് ചെയ്യാൻ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പുതിയതാണ്, QIPക്കൊന്നും പോകാതെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അസറ്റുകൾ, അതിപ്പോൾ പ്രോപ്പർട്ടീസ് ആവാം, ബിൽഡിംഗ് ആയിരിക്കാം, എന്തോ ആകട്ടെ, പ്രധാന സിറ്റികളിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ബാങ്കുകൾക്ക് പ്രോപ്പർട്ടീസ് ഉണ്ടാവുക. അത് വിറ്റിട്ട് കാശ് കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ JSW എനർജി പുതിയൊരു ബിസിനസ് അനൗൺസ് ചെയ്തിരിക്കുന്നു. അതിൽ ഒരു പുതിയൊരു സെക്ടറിലേക്ക് അവർ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. JSW എനർജി ഏകദേശം 970 മെഗാവാട്ട് പ്രൊജക്ടുള്ള ഒരു ഇൻഡോ സോളാർ വിൻഡ് പ്രൊജക്റ്റിലേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റും ഡൈവേഴ്സിഫൈ ചെയ്തു. അതിനൊരു കരാർ കിട്ടിയതായിട്ട് കമ്പനി അറിയിക്കുന്നു. അത് എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു കരാറാണ് കമ്പനി കിട്ടിയിരിക്കുന്നത്. L&T അതുപോലെ തന്നെ L&Tയുടെ L&T ഫിനാൻസിന്റെ വെനസ്ഡേ ഒരു മീറ്റിംഗ് നടത്താൻ പോകുന്നു. ഫണ്ട് റേസിംഗ് ആണ് അവരുടെ പ്രധാന ചർച്ചാ വിഷയം. അതുപോലെ തന്നെ L&Tയുടെ കൺസ്ട്രക്ഷൻ വിങ് ഒരു പ്രധാന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. ആസാമിൽ അവർ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവറിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകളെ പ്രവർത്തനം ആരംഭിക്കുന്നു. വലിയൊരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു പ്രൊജക്റ്റായിട്ടാണ് L&T അതിനെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം, സ്പെക്ട്രുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള AGC കരാറുകളിൽ എന്തൊക്കെയാണ് അപ്ഡേഷൻ നടന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് കൃത്യമായിട്ട് റിലയൻസ് ജിയോനോട് ചോദിച്ചിരുന്നു, റിലയൻസ് ജിയോട് നിങ്ങൾ സ്പെക്ട്രം ഷെയർ ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് കാശ് അടക്കണം, 25,000 കോടി ആർക്കോം അടക്കാനുള്ള കാശ് നിങ്ങൾ അടക്കണമെന്നാണ്. പക്ഷേ കൃത്യമായിട്ട് ജിയോ മറുപടി കൊടുത്തിരിക്കുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, ഞങ്ങൾ സ്പെക്ട്രം ഷെയർ ചെയ്യുന്നു, അതിനുള്ള അഗ്രിമെന്റോ അതിനുള്ള കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളോട് മേടിക്കാൻ പറയുന്നത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ സ്പെക്ട്രം അങ്ങനെ വിൽക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യമാണ് DOT പറയുന്ന സുപ്രീം കോടതിനെ അറിയിച്ചിരിക്കുന്നത്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു അസറ്റ് തന്നെയാണ്, നമ്മുടെ സ്പെക്ട്രം എന്ന് പറയുന്ന കമ്പനിയുടെ അസറ്റാണ്, അത് ഷെയർ ചെയ്യുമ്പോൾ അത് സെൽ ചെയ്ത പോലെയാണ്, അപ്പോൾ അതിൽ നിന്ന് കാശ് ഞങ്ങൾക്ക് കിട്ടാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ കോടതി ഇപ്പം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആരുടെയൊക്കെ സ്പെക്ട്രം ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ ബുധനാഴ്ച വരുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ഡിസിഷനാണ് എടുക്കാൻ പോകുന്നത് എന്നറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും AGRന്റെ വിധി. അത് അവരുടെ മാത്രമല്ല, ഭാരതി എയർടെലിനെയോ അല്ലെങ്കിൽ ഐഡിയോ മാത്രമല്ല, ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസും കൂടി ഉൾപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു. അവരുടെ വിധി എന്താണ് വരുന്നതനുസരിച്ചിട്ട് മാത്രമല്ല ബാങ്കുകളെയും ബാധിക്കും എന്നുള്ളതാണ് സത്യം. ബാങ്കുകൾക്കും ഒരുപാട് ഡെപ്റ്റ് എക്സ്പോഷർ ഈ കമ്പനികളിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഒരുപാട് ന്യൂസസ് ആയി. അപ്പോൾ നാളത്തെ ഈ ലെവലുകൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റോക്കുകൾ നോക്കുക. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡോക്ടർ ലത്പത് ലാബ് ഇന്ന് ഏകദേശം 3% അപ്പായിരുന്നു. 1942 ഹൈ ഇന്ന് അടിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് 2000 മുകളിൽ വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് പോകുമെന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വേറൊരു സ്റ്റോക്ക് ഇപ്പോഴും ഞാൻ നൽകുന്നത് വിനിതി ഓർഗാനിക്സ് ഇന്നും 1030, 1027 ലെവലുകളിലേക്ക് വന്നിരുന്നു. അതിനുശേഷം ചെറിയൊരു കറക്ഷൻ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ സൺ TV നല്ല റിസൾട്ട് ആയിരുന്നു. റിസൾട്ട് ഓക്കെ, അപ് ടു എക്സ്പെക്ടേഷൻ ഓക്കെ, ഫൈൻ, അത്രമാത്രം എക്സ്ട്രാ ഓർഡിനറി അല്ല, പക്ഷെ നല്ലൊരു സ്റ്റോക്കിൽ നല്ലൊരു റാലി കണ്ടു. ഡെറിവേറ്റീവ് ഡാറ്റയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 440, 450 വരെയൊക്കെ സൺ TV ചിലപ്പോൾ റാലി ചെയ്തേക്കാം. ഇതൊരു കറക്റ്റ് പ്രിസിഷൻ അല്ല, കറക്റ്റ് പ്രിഡിക്ഷനായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ഒക്കെ കാണുമ്പം എനിക്ക് ഒരു ചെറിയ റണ്ണപ്പ് ആ സ്റ്റോക്കിൽ ബാക്കിയുണ്ട് എന്ന് തോന്നുന്നു. കറക്ഷൻ കുറേ കാലമായിട്ട് 380, 410 റേഞ്ചിൽ വന്നിരിക്കുകയായിരുന്നു നമ്മുടെ ഈ പറയുന്ന സൺ TV എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാളെ റിസൾട്ടുള്ള കമ്പനികളെ ഒന്ന് നോക്കാം. നാളത്തെ പ്രധാനമായിട്ട് റിസൾട്ട് ഗുജറാത്ത് ഇൻഡസ്ട്രീസ് പവർ കമ്പനി, അതുപോലെ തന്നെ KNR കൺസ്ട്രക്ഷൻ, പ്രിസിഷൻ ക്യാം ഷെയ്ഡ്സ്, സവിത ഓയിൽ ടെക്നോളജീസ്, TCN ക്ലോത്തിങ്, സി എന്റർടൈൻമെന്റ്. ഇതാണ് പ്രധാനപ്പെട്ട ബിസിനസ് റിസൾട്ട് നാളെ ഉള്ളത്, സി എന്റർടൈൻമെന്റ്. അതുപോലെ തന്നെ വെനസ്ഡേ മറ്റന്നാൾ റിസൾട്ട് ഉള്ളത് ബാൽമീർ ലെവാരിസ്, കോസ്മോ ഫിലിംസ്, CSB ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്കിന്റെ റിസൾട്ട് ഞാൻ പോസിറ്റീവായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. ഗ്ലോബൽ സ്പിരിറ്റ്, അതുപോലെ തന്നെ മുത്തൂറ്റ് ഫിനാൻസ്, പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് മുത്തൂറ്റ് ഫിനാൻസിന് എക്സ്പെക്ട് ചെയ്യുന്നത്. രുചി സോയ ഇൻഡസ്ട്രീസ്, ടൈഡ് വാട്ടർ ഓയിൽ,
ടിപ്സ് ഇൻഡസ്ട്രീസ്, ത്രിവേണി ഗ്ലാസ് ആൻഡ് V2 റീറ്റെയിൽ ലിമിറ്റഡ്. ഇത്രയും കമ്പനികളുടെ സ്റ്റോക്കുകളുടെ റിസൾട്ടാണ് ബുധനാഴ്ച വരാനുള്ളത്. ഓക്കെ, അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന സമയങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. ഈ പറയുന്ന റെക്കോർഡിംഗ് ഒരുപാട് ലെങ്തി ആയി പോകുന്നു, ന്യൂസസ് ഒരുപാട് കൂടി പോകുന്നു. അപ്പോൾ ലെവൽസ് നോക്കുക, ഈ പറയുന്ന സ്റ്റോക്കുകളിൽ വാച്ച് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ സ്വന്തം അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, താങ്ക് യു. സൈനിങ് ഔട്ട്, സുശാന്തി. താങ്ക് യു.